എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, അത്ര മനോഹരമായ ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ. വളരെ അടുത്ത്, ഗുരുവായൂരിനോട് ചേർന്ന് ഒരു 15 കിലോമീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ. കൈപ്പറമ്പെന്ന് 2 കിലോമീറ്റർ ഉള്ളിലായി നമ്മുടെ ഇസ്കോണില്ലേ, ഇസ്കോണിന്റെ ഒരു ക്ഷേത്രമാണ്. തൃശ്ശൂരിലുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ഇവിടെയാണ്. എടക്കളത്തൂർ എന്നാണ് അതിന്റെ കൃത്യമായ സ്ഥലത്തിന്റെ പേര്. എന്തൊരു ഭംഗിയാന്നറിയോ, ഒരു വൃന്ദാവനമാണ്. രാധാകൃഷ്ണ സമേതനായിട്ടുള്ള കണ്ണനാണ് കേട്ടോ ഇവിടെ. എന്ത് മനോഹരാണെന്നറിയോ, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും നമ്മുടെ അത് കണ്ടു കഴിഞ്ഞാൽ. ഈശ്വരാധീനം കൊണ്ടായിരിക്കണം, അവിടുത്തെ നിവേദ്യത്തിന്റെ സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത്. കുറച്ചു നേരം കാത്തു നിന്നപ്പോ തുറന്ന് നിവേദ്യം കഴിഞ്ഞ് നട തുറന്ന് ഭഗവാൻ ഇങ്ങനെ കാണാൻ പറ്റി. നമ്മളെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യാസം എന്താണെന്നറിയോ, ഇവിടെ ഭഗവാനെ അലങ്കരിച്ച് മതിയാവാത്തതുപോലെയാണ്. അത്ര അലങ്കാരങ്ങളാണ് കണ്ണനും രാധയും ജയ് ഗണേശനും എല്ലാവർക്കും. അത്ര മനോഹരമായ ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. എന്തൊരു ഭംഗിയുള്ള ഓടക്കുഴലാന്നറിയോ, അതന്നെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അത്ര മനോഹരമാണ്, നിങ്ങൾക്ക് കാണാം ഇതിലെല്ലാം. അത്ര മനോഹരമായ ഈ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് കാണാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരോടും കാണാൻ ഇഷ്ടപ്പെടുന്നവരോടും എല്ലാവരോടും ഈ കാര്യം നിങ്ങൾ അറിയിക്കണം കേട്ടോ. വരൂ, നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇസ്കോൺ പ്രസ്ഥാനത്തിന്റെ, അതായത് ഹരേ കൃഷ്ണ എന്ന് നമ്മൾ അറിയുന്ന ഇസ്കോൺ പ്രസ്ഥാനത്തിന്റെ ക്ഷേത്രമാണ് ഇവിടെ കേച്ചേരിക്കടുത്തുള്ള പുത്തൂർ എന്ന സ്ഥലത്ത്, തോളൂര് എന്നൊക്കെ പറയുന്ന ഇടത്തുള്ളത്. ഞാനൊരു ഗുരുവായൂരുകാരി ആയിരുന്നിട്ട് കൂടി, തൃശ്ശൂർ ജില്ലയിലുള്ള ആളായിരുന്നിട്ട് കൂടി ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതായത് തൃശ്ശൂർ ജില്ലയിൽ പോലും വേണ്ടത്ര പ്രചാരത്തിലെത്തിയിട്ടില്ല ഈ ക്ഷേത്രം. പക്ഷേ കൃഷ്ണഭക്തയായ അല്ലെങ്കിൽ കൃഷ്ണഭക്തനായ ഒരാൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഇത്. ഒരു വൃന്ദാവനം അത് തന്നെയാണ്. ഇസ്കോൺ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. 2016 ആണ് ഈ സൗത്ത് വൃന്ദാവൻ ടെമ്പിൾ എന്ന പേരിൽ ഈ ക്ഷേത്രം ഇവിടെ വരുന്നത്. നമ്മളെ ആനയിക്കുന്നത് തന്നെ ഗംഭീരമായ കൊത്തുപണികളൊക്കെയുള്ള ഒരു പടിപ്പുരയാണ്. ഒരു വൃന്ദാവനത്തിന്റെ, നമ്മള് കുരുക്ഷേത്രം, നമ്മള് എന്താ പറയാ, സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ പണ്ട്, മഹാഭാരതത്തിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ചിത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അങ്ങനെയാട്ടോ.
ഇപ്പോൾ ഇപ്പൊ നമ്മൾ എവിടെയാ കാണുന്നതെന്ന് വെച്ചാൽ ബാഹുബലി പോലെയുള്ള സിനിമകളിലൊക്കെയാണ്. അങ്ങനെയുള്ള ഗംഭീരമായൊരു പടിപ്പുര കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കടന്നാൽ മറ്റൊരു ലോകത്താണ് നമ്മൾ എത്തിച്ചേരുക. അതായത് തീർത്തും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരിടം. പുറത്തൊക്കെ പോയാൽ ഉള്ള ഒരു ക്ഷേത്രത്തിലൊക്കെ കിടക്കുന്ന ഒരു ഫീലാണത്. നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന ഒരു ഫീലല്ല. എല്ലാ ദിവസവും 5 മണിക്ക്, പുലർച്ചെ 5 മണിക്ക് തുറക്കുന്ന ക്ഷേത്രം ഉച്ചയ്ക്ക് 12:30-ക്കാണ് അടയ്ക്കുന്നത്. അതുപോലെ വൈകിട്ട് 4:30-ക്ക് തുറക്കുകയും 7:30 വരെ തുടരുകയും ചെയ്യും. 7 തവണയാണ് ഇവിടെ പൂജകൾ നടക്കുന്നത് ഒരു ദിവസം. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് നോ ഇൻടോക്സിക്കേഷൻ, നോ ഇല്ലിറ്റ് സെക്സ്, നോ മീറ്റ് ഈറ്റിംഗ്, നോ ഗാംബ്ലിംഗ്. ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. വലിയൊരു ആൽമരവും വലിയൊരു ഞാവൽ മരവും ഉണ്ട് കേട്ടോ, നമ്മൾ കയറി ചെന്ന് കാണുന്നിടത്ത് തന്നെ. ചുറ്റും മരങ്ങളും പൂക്കളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ആയി ഒരു രസല വൃന്ദാവനം തന്നെയാട്ടോ. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഇവിടെ കാഴ്ചകളാണ്. നമ്മുടെ വാക്കുകൾക്ക് ഒരു പ്രാധാന്യമില്ല. വാക്കുകൾക്ക് ഇവിടുത്തെ ഫീൽ തരാനും സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്ന് കാണണം. കാണാനുള്ളതെല്ലാം, മനസ്സ് നിറയ്ക്കാനുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെയുണ്ട്. അപ്പൊ എങ്ങനെയാ, എല്ലാവരും കണ്ടില്ലേ? എൻ്റെ മനസ്സ് നിറഞ്ഞതുപോലെ ഈ കാഴ്ച കണ്ട് നിങ്ങളുടെ കണ്ണും നിറഞ്ഞാണ് ഇല്ലേ? കണ്ണും മനവും നിറയ്ക്കാൻ, നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ രാധാകൃഷ്ണനും രാധയും എല്ലാം ഉണ്ട്. രാധാസമേതനായ കണ്ണൻ നമ്മളെ കാത്തിവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും മറക്കണ്ട കേട്ടോ ഇവിടെ വരാൻ. പുലർച്ചെ 5 മണിക്ക് തുറന്ന് 10:30 വരെയാണ് രാവിലെ. വൈകിട്ട് 4:30-ക്ക് തുറക്കുകയും 7 മണിക്ക് അടക്കുകയും ചെയ്യും. ഒരു ക്ഷേത്രം എങ്ങനെയാണ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക, അതിവിടെ വന്നാൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അനുഭവിച്ചറിയാന്ന് പറയില്ലേ, അതിവിടെയാണ്. അത്ര ശാന്തസുന്ദരമായ ഒരു സ്ഥലം, പ്രകൃതി രമണീയമായ, എന്തൊരു മനോഹരാണെന്നറിയോ. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് മതിയാവുന്നില്ല എന്ന് തോന്നുന്നു, അത്ര മനോഹരമാണ്. അപ്പൊ ആരും മറക്കണ്ട, ഇവിടെ കണ്ണൻ നമുക്കായി കാത്തിരിപ്പുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരോടും സ്നേഹം, നന്ദി.